ഹായ്, എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. ഒരിക്കലൊരു കർഷകൻ മരണപ്പെട്ടു. ദൈവസന്നിധിയെത്തിയ അദ്ദേഹം ദൈവത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ദൈവമേ, അങ്ങേക്ക് ഭൂമി നല്ലതുപോലെ ഭരിക്കാൻ അറിയില്ല. അങ്ങ് ചെയ്യുന്നതെല്ലാം വിപരീതമായ കാര്യങ്ങളാണ്. എന്താണോ വേണ്ടത് അത് നൽകപ്പെടില്ല. അതേസമയം എന്താണോ ആവശ്യമില്ലാത്തത് അങ്ങ് അത് തീർച്ചയായും നൽകും. വലിയൊരു മാവിനകത്ത് പിടിക്കുന്നത് ചെറിയ ചെറിയ മാങ്ങകളാണ്. എന്തിനാണ് ഇത്രയും ചെറിയ ഫലങ്ങൾ ഉണ്ടാവാൻ വേണ്ടി? അത്ര വലിയൊരു മരം താങ്കൾക്ക് പറ്റുന്നതെല്ലാം അബദ്ധം തന്നെയാണ്. കുറച്ച് നാളത്തേക്ക് ഭൂമിയുടെ ഭരണം എന്നെ ഒന്ന് ഏൽപ്പിക്കുക. ഞാൻ അങ്ങേക്ക് വ്യക്തമായി കാണിച്ചു തരാം ഇങ്ങനെയാണ് ഭൂമി ഭംഗിയായി ഭരിക്കുന്നതെന്ന്. ഇത് കേട്ട ദൈവം അയാളുടെ ആവശ്യം അംഗീകരിക്കുകയും ഭരണം കുറച്ച് നാളത്തേക്ക് ആ കർഷകന് വിട്ടുകൊടുക്കുകയും ചെയ്തു. കർഷകൻ സന്തോഷത്തോടെ ഭൂമിയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വേണ്ട സമയത്ത് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ഞാൻ കൃഷിക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഭൂമിയിൽ ഒരുക്കി കൊടുത്തു. നെൽകൃഷി ആരംഭിച്ചപ്പോൾ അതിന് വേണ്ട മഴ കിട്ടേണ്ട സമയത്ത് പെയ്യാനിടയായി. കാറ്റ്, വെയിൽ ഒക്കെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ആ സസ്യങ്ങൾക്ക് നേരിടേണ്ടി വന്നില്ല. എല്ലാം കൃത്യമായി വേണ്ടതുപോലെ കർഷകനാൽ നൽകപ്പെട്ടു. നെൽക്കതിരുകളൊക്കെ പാടത്തിങ്ങനെ വിളഞ്ഞു കിടന്നു. ധാരാളം വിളവുണ്ടായി. കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ആ നെൽക്കതിരെല്ലാം പതിരായിരുന്നു. ഒരു നെൽമണി പോലും അതിൽ നിന്ന് ലഭിക്കുകയുണ്ടായില്ല. ഇത് കണ്ട കർഷകന്റെ മനസ്സ് വല്ലാതെ ഞെരറി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? വേണ്ടതെല്ലാം താൻ കൃത്യസമയത്ത് വേണ്ട പോലെ ചെയ്തിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നല്ല വിളവുണ്ടായിട്ടും അതിൽ നെൽമണികളില്ലാതെ പോയത്? അദ്ദേഹം ദൈവത്തോട് അതിൻ്റെ കാരണം ചോദിക്കുകയുണ്ടായി. ദൈവം ഇങ്ങനെ പറഞ്ഞു, ആ സസ്യങ്ങൾക്ക് എല്ലാം നൽകപ്പെട്ടു. അവർക്ക് വേണ്ട ജലവും വെയിലും ഒക്കെ ധാരാളം നൽകപ്പെട്ടു. ഒന്നിനു വേണ്ടിയും അവർക്ക് അതിജീവിക്കേണ്ടി വന്നില്ല. ശക്തമായ കാറ്റിനെ അതിജീവിച്ച്, വരൾച്ചയെ അതിജീവിച്ച് ഒക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് ഇവിടെ നിൽക്കാനുള്ള കഴിവ് ലഭിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ നൽകപ്പെട്ടാൽ പിന്നെ അവരിൽ എങ്ങനെയാണ് വിത്തുണ്ടാകുന്നത്? അതിജീവന മാർഗത്തിലൂടെ കടന്നു വരുന്നവയിലാണ്. ശക്തമായ കാറ്റിനെയും മഴയും ഒക്കെ പ്രതിരോധിച്ച്, കുറച്ച് ജലത്തിൻ്റെ ക്ഷാമമൊക്കെ അറിഞ്ഞ് അതിജീവിക്കുന്നതിലാണ് വിത്തുകൾ മുള പൊട്ടുന്നത്. എല്ലാ സൗകര്യങ്ങളും നൽകപ്പെട്ടാൽ അത് വളരുകയെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഫലമുണ്ടാകില്ല. ഇങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, എന്താണ് നമ്മോട് ഇങ്ങനെ ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും സമ്പന്നതയും സന്തോഷവുമൊക്കെ നിലനിൽക്കാത്തതെന്ന്? എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അതിജീവന